ഹായ് ഓൾ, വെൽക്കം ടു ബയോക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് +2 സുവോളജിയിലെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നും എക്സാമിന് വരാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ്റെ 2 മെത്തേഡ്സ് ആണ്. ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻഷിയേറ്റ് ഇൻസിറ്റു ആൻഡ് എക്സിറ്റു കൺസർവേഷൻ വിത്ത് എക്സാമ്പിൾസ്. അതായത് ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും തമ്മിലുള്ള ഡിഫറൻസും അതിന് എക്സാമ്പിൾസും ആണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇൻസിറ്റു കൺസർവേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഇൻസിറ്റു കൺസർവേഷൻ മീൻസ് കൺസേർവിങ് ഓൾ ദ ലിവിങ് സ്പീഷീസ് ഇൻ ദെയർ നാച്ചുറൽ ഹാബിറ്റേറ്റ്സ് ആൻഡ് എൻവിറോൺമെൻറ്റ്. അതായത് നാച്ചുറലായിട്ട് അവയുടെ നാച്ചുറലായിട്ടുള്ള ഹാബിറ്റേറ്റിൽ വെച്ച് തന്നെ ഓർഗാനിസംസിനെ, അതായത് പ്ലാന്റ്സ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും അവ എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു ഹാബിറ്റേറ്റിൽ വെച്ച് തന്നെ അവയെ കൺസേർവ് ചെയ്യുന്നതിനാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻസിറ്റു കൺസർവേഷൻ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. നാഷണൽ പാർക്ക്, സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്സ്, സാക്രഡ് ഗ്രൂവ്സ്. ഇനി അടുത്തത് എക്സിറ്റു കൺസർവേഷൻ ആണ്. എക്സിറ്റു കൺസർവേഷൻ ഇറ്റ് മീൻസ് കൺസേർവിങ് ഓൾ ദ ലിവിങ് സ്പീഷീസ് ഇൻ ദി മാൻമെയ്ഡ് ഹാബിറ്റേറ്റ്. അതായത് അവിടെ ഒരു ഓർഗാനിസം എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നും ആ ഓർഗാനിസംസിനെ എടുത്തു കൊണ്ടുവന്ന് മറ്റൊരു ഏരിയയിൽ വെച്ച് അവയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഹാബിറ്റേറ്റിൽ നിന്നും ഓർഗാനിസംസിനെ, പ്ലാന്റ്സ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും അവയെ എടുത്തു കൊണ്ടുവന്ന് വേറൊരു ഏരിയയിൽ വെച്ച് അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഷെൽട്ടറും അല്ലെങ്കിൽ അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് കറക്റ്റായിട്ട് പഠിക്കുക. എക്സിറ്റു കൺസർവേഷൻ എക്സാമ്പിൾസ് നോക്കാം. അക്വേറിയംസ്, ദെൻ ബൊട്ടാണിക്കൽ ഗാർഡൻസ്, സുവോളജിക്കൽ പാർക്ക്, ക്രയോ പ്രിസർവേഷൻ. ഓക്കെ, അപ്പോൾ ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും എന്താണെന്നുള്ളത് പഠിക്കുക. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എക്സാമ്പിൾസ് കൂടി ഒന്ന് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടേം ബയോഡൈവേഴ്സിറ്റി വാസ് പോപ്പുലറൈസ്ഡ് ബൈ ദ സയൻറ്റിസ്റ്റ് എഡ്വേർഡ് വിൽസൺ. ബട്ട് the term biodiversity was given by W.G. റോസൻ. ടേം കോയിൻ ചെയ്തത് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ടേം കൊണ്ടുവന്നത് W.G. റോസൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ആ സയൻറ്റിസ്റ്റുകളുടെ പേര് ഒന്ന് മാറിപ്പോവാതെ പഠിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ബയോഡൈവേഴ്സിറ്റി. എന്താണ് ബയോഡൈവേഴ്സിറ്റി? നമുക്കറിയാം ജൈവ വൈവിധ്യമാണ് അല്ലേ. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ജൈവ വൈവിധ്യമാണ്. നമ്മുടെ ഭൂമിയിൽ പലതരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ദ ടേം ബയോഡൈവേഴ്സിറ്റി മീൻസ് ദ സം ടോട്ടൽ ഓഫ് ഡൈവേഴ്സിറ്റി ദാറ്റ് എക്സിസ്റ്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ. ദ ടേം ബയോഡൈവേഴ്സിറ്റി മീൻസ് ദ സം ടോട്ടൽ ഓഫ് ഡൈവേഴ്സിറ്റി ദാറ്റ് എക്സിസ്റ്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് 4 മേജർ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. ബയോഡൈവേഴ്സിറ്റി ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടുക അല്ലേ. അതിനുള്ള 4 കാരണങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ബയോഡൈവേഴ്സിറ്റി ലോസിൻ്റെ കാരണങ്ങളെ നമ്മൾ മറ്റൊരു ടേം കൂടി വെച്ചതിന് പറയും ദ ഈവിൾ കോട്ട്ലെറ്റ് എന്നുകൂടി ഇതിനെ പറയും. അതായത് ബയോഡൈവേഴ്സിറ്റി ലോസിന് ഉള്ള കാരണങ്ങളെ അല്ലെങ്കിൽ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസിനെ നമുക്ക് എന്ത് പറയാം? ദ ഈവിൾ കോട്ട്ലെറ്റ് എന്ന് പറയാം. അപ്പം ഈ രീതിയിലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ആർ ദ ഈവിൾ കോട്ട്ലെറ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസസ് എന്നും കൂടി ചോദിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ 4 പോയിന്റ്സ് ആണ് നമ്മൾ ഓർത്ത് വയ്ക്കാനുള്ളത്. ഹാബിറ്റേറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അലൈൻ സ്പീഷീസ് ഇൻവേഷൻസ്, കോ എക്സ്റ്റിങ്ഷൻ. ഇനി ഇത് ഓരോന്നും എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഹാബിറ്റേറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ കട്ടിംഗ് ഡൗൺ ഓഫ് ട്രീസ്, പ്ലഫിംഗ് എ ഗ്രാസ് ലാൻഡ്, ഫില്ലിംഗ് എ വെറ്റ് ലാൻഡ് ഓർ ബേണിംഗ് എ ഫോറസ്റ്റ്.
ഫ്രാഗ്മെൻറ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അതായത് കൃഷിക്കോ മറ്റാ കാര്യങ്ങൾക്കോ ഒക്കെ ആയിട്ട് വീടുണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നതിനോ ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആ ഒരു ഹാബിറ്റേറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റാറുണ്ട്. അവിടെ ഫ്രാഗ്മെൻറ്റേഷനാണ് വരുന്നത്, ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റുകളാക്കി മാറ്റാറുണ്ട്. ഇങ്ങനെ മാറ്റുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പല ഓർഗാനിസംസും എന്താവുന്നു, അവിടെ നിന്ന് നശിച്ചു പോകുന്നു. ഓക്കെ, അപ്പോൾ ഹാബിറ്റേറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ആണ് ഫസ്റ്റ് പോയിന്റ്. ദെൻ സെക്കൻഡ് പോയിന്റ്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. വെൻ നീഡ് ടേൺസ് ടു ഗ്രീഡ്, ഇറ്റ് ലീഡ്സ് ടു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, അതായത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിനെ നമ്മൾ കൂടുതലായിട്ട് എടുക്കുക അല്ലേ, ആവശ്യത്തിന് എടുക്കാം, പക്ഷെ അത് കൂടുതലായിട്ട് അതിനെ ചൂഷണം ചെയ്യുകയാണെങ്കിൽ എന്താവുന്നു, അത് നശിച്ചു പോകുന്നു. അപ്പോൾ ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാറുണ്ട്. വെൻ നീഡ് ടേൺസ് ടു ഗ്രീഡ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് എക്സ്പ്ലെയിൻ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ള കാര്യം കൂടി ചോദിക്കാറുണ്ട്. ഓക്കെ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഇറ്റ് ലീഡ്സ് ടു ദ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ലീഡ്സ് ടു ദി ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ്, അലൈൻ സ്പീഷീസ് ഇൻവേഷൻസ്. അലൈൻ സ്പീഷീസ് ഇൻവേഷൻസ് എന്താ നോക്കാം. ന്യൂ സ്പീഷീസ് എൻറ്ററിങ് എ ജിയോഗ്രഫിക്കൽ റീജിയൻ ആർ നോൺ ആസ് എക്സോട്ടിക് ഓർ അലൈൻ സ്പീഷീസ്. അതായത് ഒരു പ്രത്യേക ജിയോഗ്രഫിക്കൽ ഏരിയയിലേക്ക് പുതിയ ഒരു സ്പീഷീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്പീഷീസിനെ, പുതുതായി വന്ന ആ ഒരു സ്പീഷീസിനെ പറയുന്ന പേരാണ് എക്സോട്ടിക് സ്പീഷീസ് അഥവാ അലൈൻ സ്പീഷീസ്. ഓക്കെ, ഇങ്ങനെ ഒരു പ്രത്യേക ജിയോഗ്രഫിക്കൽ ഏരിയയിലേക്ക് പുറമേ നിന്നും ഒരു പ്രത്യേക സ്പീഷീസ് വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് പറയാം, എക്സോട്ടിക് സ്പീഷീസ് അല്ലെങ്കിൽ അലൈൻ സ്പീഷീസ് ഇൻവേഷൻ എന്ന് പറയാം. ഓക്കെ, പുതുതായിട്ട് പുറമേ നിന്നും വന്ന ഒരു സ്പീഷീസ് ആണ്. ഇങ്ങനെ പുതുതായിട്ട് പുറമേ നിന്നൊരു സ്പീഷീസ് വരുമ്പോൾ ഇൻട്രൊഡക്ഷൻ ഓഫ് അലൈൻ സ്പീഷീസ് ടു എ ന്യൂ ഹാബിറ്റേറ്റ് മീൻ അഡ്വേഴ്സ്ലി എഫക്ട് ദ നാറ്റീവ് സ്പീഷീസ്. അതായത് ഇങ്ങനെ പുതുതായിട്ടൊരു സ്പീഷീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതെന്തിന് കാരണമാവുന്നു, ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സ്പീഷീസിൻ്റെ നാശത്തിന് ഇത് കാരണമാവാം. ഓക്കെ, സം ടൈം ഇറ്റ് മേ ലീഡ്സ് ടു ദ എക്സ്റ്റിങ്ഷൻ ഓഫ് ദി സ്പീഷീസ്. ചിലപ്പോൾ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാൻ വരെ ഇത് കാരണമാവാം. ഓക്കെ, അപ്പോൾ അലൈൻ സ്പീഷീസ് ഇൻവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. പുറമേന്ന് പുതുതായിട്ടൊരു ജോഗ്രഫിക്കൽ ഏരിയയിലേക്ക് പുറമേന്ന് പുതുതായിട്ടൊരു സ്പീഷീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് അലൈൻ സ്പീഷീസ് ഇൻവേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പുറമേന്ന് ഒരു സ്പീഷീസിനെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് എന്തിന് കാരണമാവാം, അവിടെയുള്ള നാച്ചുറലായിട്ട് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന സ്പീഷീസിൻ്റെ എക്സ്റ്റിങ്ഷന് വരെ ഇത് കാരണമാവാം. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ഈസ് കോ എക്സ്റ്റിങ്ഷൻ. കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുമ്പോൾ ടേമിൽ തന്നെ ഉണ്ട് അല്ലേ, കോ എക്സ്റ്റിങ്ഷൻ. When a species extinct, the animal or plant associated with it also extinct, and this is known as co-extinction. അതായത് ഒരു പ്രത്യേക സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ, അതിന് നാശം സംഭവിച്ചു കഴിഞ്ഞാൽ, വംശനാശം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന പ്ലാന്റോ അല്ലെങ്കിൽ ആനിമലോ ഉണ്ടെങ്കിൽ അവയും എന്താവുന്നു, നശിച്ചു പോകുന്നു അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ ആവുന്നു. ഇതിനെയാണ് കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആവും. നമ്മുടെ ഡോഡോ ബേർഡ് അല്ലേ, ഡോഡോ പക്ഷി ഇല്ലാതായതോടുകൂടി കാൽവേരിയ എന്ന് പറയുന്ന ഒരു വൃക്ഷം ഇല്ലാതായിട്ടുണ്ട്. അതിന് കാരണം എന്തായിരുന്നു, കാൽവേരിയ എന്ന് പറയുന്ന ആ ഒരു ട്രീയുടെ സീഡ് ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സീഡിന് മുളയ്ക്കണമെങ്കിൽ ഈ ഒരു സീഡ് ഡോഡോ ബേർഡിൻ്റെ ഇൻറ്റസ്റ്റൈനിലൂടെ പാസ് ചെയ്തു പോയാൽ മാത്രമേ ഈ ഒരു സീഡിന് മുളയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ആ ഒരു ഡോഡോ ബേർഡ് എക്സ്റ്റിങ്ക്റ്റ് ആയപ്പോൾ എന്ത് സംഭവിച്ചു, സ്വാഭാവികമായിട്ടും ഈ ഒരു സീഡിന് ജെർമിനേറ്റ് ചെയ്യാൻ പറ്റാതെയായി പതുക്കെ പതുക്കെ ഇങ്ങനെ ആ ഒരു കാൽവേരിയ എന്ന് പറയുന്ന വൃക്ഷം ഇല്ലാതായി. ഓക്കെ, എക്സ്റ്റിങ്ക്റ്റ് ആയി. അപ്പോൾ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് എന്ന് മാത്രം ഒരു 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ 4 പോയിന്റുകൾ മാത്രം എഴുതിയാൽ മതി. ഹാബിറ്റേറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അലൈൻ സ്പീഷീസ് ഇൻവേഷൻ, കോ എക്സ്റ്റിങ്ഷൻ. ഇനി ഇതിൽ ഓരോന്നും ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ കൂടി, പോയിന്റുകൾ കൂടി ആഡ് ചെയ്ത് എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ റീസൺസ് ഫോർ ഗ്രേറ്റ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഓർ സ്പീഷീസ് റിച്ച്നെസ് ഇൻ ദി ട്രോപ്പിക്കൽ റീജിയൻസ്? നമുക്കറിയാം ട്രോപ്പിക്കൽ റീജിയൻസിൽ ബയോഡൈവേഴ്സിറ്റി നല്ല റിച്ച് ആയിരിക്കും, പലതരത്തിലുള്ള സ്പീഷീസിനെ നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ റീസൺ ആണ് അടുത്ത ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളത്. നോക്കാം ആൻസർ എന്താ നോക്കാം.
First point, tropical regions have remained relatively undisturbed for millions of years and thus had a long time for species diversification. അതായത് ട്രോപ്പിക്കൽ റീജിയൻസ് മില്യൺസ് ഓഫ് ഇയേഴ്സിൽ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് നിൽക്കും. ഓക്കെ, അവിടെ അധികം ഹ്യൂമൻ ബീയിങ്സും ഒന്നും അങ്ങോട്ട് കയറി ചെല്ലാതെ അല്ലെങ്കിൽ അവർ ഒന്നും അവിടെ ഡിസ്റ്റർബ് ചെയ്യാതെ ആ ഒരു ഏരിയ ഒരുപാട് കാലത്തേക്ക് അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് നിൽക്കും. ഇതെന്തിന് കാരണമാവുന്നു? സ്പീഷീസ് ഡൈവേഴ്സിഫിക്കേഷന് കാരണമാവുന്നു. അതുകൊണ്ട് തന്നെ അവിടെ സ്പീഷീസ് റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ആയി മാറുന്നു. ദെൻ അടുത്ത പോയിന്റ്, ട്രോപ്പിക്കൽ എൻവയോൺമെൻറ്റ്സ് ആർ ലെസ് സീസണൽ, റിലേറ്റീവ്ലി മോർ കോൺസ്റ്റന്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ. അതായത് ലെസ് സീസണൽ ആണ് ഈ ഒരു ട്രോപ്പിക്കൽ റീജിയൻസ് എന്ന് പറഞ്ഞാൽ ലെസ് സീസണൽ ആണ്. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സീസൺ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ദെൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സീസണൽ ചേഞ്ചസ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ്, അവൈലബിലിറ്റി ഓഫ് മോർ സോളാർ എനർജി ഇൻ ദിസ് റീജിയൻ കോൺട്രിബ്യൂട്ട്സ് മച്ച് പ്രൊഡക്ടിവിറ്റി. അതായത് ഈ ഒരു ഏരിയയിൽ സോളാർ എനർജി നല്ലോണം സോളാർ എനർജി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സോളാർ എനർജി കൂടുതലായിട്ട് ലഭിക്കുമ്പോൾ അത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ റീസൺസ് ഫോർ ഗ്രേറ്റ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഓർ സ്പീഷീസ് റിച്ച്നെസ് ഇൻ ദ ട്രോപ്പിക്കൽ റീജിയൻസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ പോയിന്റ്സ് എഴുതണം? ട്രോപ്പിക്കൽ റീജിയൻസ് ഒരുപാട് കാലത്തേക്ക് അൺഡിസ്റ്റർബ്ഡ് ആയി നിൽക്കുന്നു. ദെൻ ട്രോപ്പിക്കൽ എൻവയോൺമെൻറ്റ്സ് ലെസ് സീസണൽ ആണ്, റിലേറ്റീവ്ലി മോർ കോൺസ്റ്റന്റ് ആൻഡ് പ്രെഡിക്റ്റബിൾ, ദെൻ അവൈലബിലിറ്റി ഓഫ് മോർ സോളാർ എനർജി. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻട്രൊഡക്ഷൻ ഓഫ് എക്സോട്ടിക് സ്പീഷീസ് ഈസ് വൺ ഓഫ് ദ മേജർ ത്രെഡ്സ് ടു ബയോഡൈവേഴ്സിറ്റി. സബ്സ്റ്റാൻഷിയേറ്റ്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? എക്സോട്ടിക് സ്പീഷീസ് അല്ലെങ്കിൽ അലൈൻ സ്പീഷീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ന്യൂ സ്പീഷീസ് എൻറ്ററിങ് എ ജിയോഗ്രഫിക്കൽ റീജിയൻ ആർ നോൺ ആസ് എക്സോട്ടിക് സ്പീഷീസ് ഓർ അലൈൻ സ്പീഷീസ്. അതായത് ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിലേക്ക് പുതിയ സ്പീഷീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പുതുതായി വന്ന സ്പീഷീസിനെ പറയുന്ന പേരാണ് എക്സോട്ടിക് സ്പീഷീസ് അഥവാ അലൈൻ സ്പീഷീസ്. ഓക്കെ, ദ ഇൻട്രൊഡക്ഷൻ ഓഫ് അലൈൻ സ്പീഷീസ് ടു എ ന്യൂ ഹാബിറ്റേറ്റ് മേ അഡ്വേഴ്സ്ലി അഫക്ട് ദ നാറ്റീവ് സ്പീഷീസ്. അതായത് ഇങ്ങനെ ഒരു പുതിയ സ്പീഷീസിനെ ഒരു പ്രത്യേക ജിയോഗ്രഫിക്കൽ ഏരിയയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ഉണ്ടായിരുന്ന നാറ്റീവായിട്ട് ഉണ്ടായിരുന്ന സ്പീഷീസിന് അത് ബാധിക്കും. ഓക്കെ, പതുക്കെ അവ എക്സ്റ്റിങ്ക്റ്റ് ചെയ്യാനും ഇത് കാരണമാവുന്നുണ്ട്. ഇനി അതിലൊരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, ദ നൈൽ പേർച്ച് ഇൻട്രൊഡ്യൂസ് ടു ലേക്ക് വിക്ടോറിയ ഇൻ ഈസ്റ്റ് ആഫ്രിക്ക ലെഡ് ടു ദ എക്സ്റ്റിങ്ഷൻ ഓഫ് 200 സ്പീഷീസ് സിക്ലിഡ് ഫിഷ് ഇൻ ദി ലേക്ക്. അതായത് ലേക്ക് വിക്ടോറിയ, ഈസ്റ്റ് ആഫ്രിക്കയിലുള്ള ലേക്ക് വിക്ടോറിയയിലേക്ക് നൈൽ പേർച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 200ഓളം ചെറിയ മത്സ്യങ്ങൾ, സിക്ലിഡ് ഫിഷസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മത്സ്യങ്ങളാണ്. ഓക്കെ, ഇവ അവിടെ നിന്നും എക്സ്റ്റിങ്ക്റ്റായി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കൂടി ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ ദ 3 ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. മെൻഷൻ ദ 3 ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ജസ്റ്റ് മെൻഷൻ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ 3 പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. പക്ഷേ ചിലപ്പോൾ നമുക്കിത് ഓരോന്നും ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കാം. എക്സ്പ്ലെയിൻ ജനറ്റിക് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ജനറ്റിക് ഡൈവേഴ്സിറ്റി. എന്താണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്നുള്ളത് നോക്കാം. ദ വാരിയേഷൻ ഓഫ് ജീൻസ് വിത്തിൻ ദ സ്പീഷ്യസ് ഈസ് കോൾഡ് ആസ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ വാരിയേഷൻ ഓഫ് ജീൻസ് വിത്തിൻ ദ സ്പീഷീസ്. എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ മാംഗോ അല്ലെങ്കിൽ റൈസൊക്കെ എടുത്തു കഴിഞ്ഞാൽ പല വെറൈറ്റി അതിൽ അവൈലബിൾ ആയിരിക്കും അല്ലേ? പല വെറൈറ്റി അതിൽ അവൈലബിൾ ആയിരിക്കും. ഇത് ജനറ്റിക് ഡൈവേഴ്സിറ്റിക്ക് എക്സാമ്പിളാണ്. ദെൻ അടുത്തത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആണ്. എന്താ നോക്കാം. ദ ഒക്കറൻസ് ഓഫ് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സ്പീഷീസ് വിത്തിൻ എ റീജിയൻ ഈസ് കോൾഡ് ആസ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. The occurrence of different variety of species within a region is called as species diversity. Example, the Western Ghats have greater number of amphibian species than Eastern Ghats. അതായത് വെസ്റ്റേൺ ഗാഡ്സിൽ ആംഫിബിയൻ സ്പീഷീസ് കുറച്ചുകൂടി, അതായത് നമ്മുടെ ഈസ്റ്റേൺ ഗാഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള ആംഫിബിയൻ സ്പീഷീസ് നമുക്ക് എവിടെ കാണാം? വെസ്റ്റേൺ ഗാഡ്സിൽ കാണാനായിട്ട് സാധിക്കുന്നു. Then third point, ecological diversity.
ഓക്കെ, എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് ദ ഡൈവേഴ്സിറ്റി അറ്റ് ദ ലെവൽ ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് എക്കോസിസ്റ്റം. Okay, the diversity at the level of community and ecosystem is known as ecological diversity. ഇനി അതിന് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ്: ഡെസേർട്സ്, റെയിൻ ഫോറസ്റ്റ്, മാൻഗ്രോവ്സ്, കോറൽ റീഫ്സ് ആൻഡ് വെറ്റ്ലാൻഡ്സ്. ഓക്കെ, ഇതൊക്കെ പലതരത്തിലുള്ള എക്കോസിസ്റ്റംസ് ആണ്. ഈ ഓരോ എക്കോസിസ്റ്റംസിലും നമുക്ക് പലതരത്തിലുള്ള ഡിഫറെൻറ്റ് വെറൈറ്റി സ്പീഷീസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് അല്ലേ. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഇത് ബേസ് ചെയ്തുകൊണ്ട് 2 ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. നെയിം എസ്, എ, സി ആൻഡ് സെഡ് ഇൻ ദ ഗ്രാഫ്. അതായത് ഈ ഒരു ഗ്രാഫിൽ ചില ലെറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ ലെറ്റേഴ്സും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നോക്കാം. എസ് എന്ന് പറയുന്നത് സ്പീഷീസ് റിച്ച്നെസ് ആണ്. Capital A is the area, then capital C is the y-intercept, Z is the slope of the line or regression coefficient. ഓക്കെ, ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പീഷ്യസ് ഏരിയ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും നിങ്ങളോട് ചോദിക്കാം. ഈ ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ അത് ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ ലെറ്റേഴ്സും എസ് സ്പീഷീസ് റിച്ച്നെസ് ആണ്, ക്യാപിറ്റൽ എ ഏരിയ ആണ്, സി വൈ ഇൻ്റർസെപ്റ്റ് ആണ്, സെഡ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ. ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ നെയിം ദ സയൻറ്റിസ്റ്റ് ഹൂ എക്സ്പ്ലെയിൻ ദ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്ത സയൻറ്റിസ്റ്റ് ആരാണ്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. ഓക്കെ, അപ്പോൾ സയൻറ്റിസ്റ്റിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ഹി എക്സ്പ്ലെയിൻ ദ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. ഇനി എന്താണ് ഈ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്നുള്ളത് കൂടി ഒന്ന് പറയാം. അതായത് നമ്മുടെ ഒരു ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സ്പീഷീസിൻ്റെ എണ്ണവും ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷേ ഏരിയ വളരെ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ പിന്നീട് എന്ത് സംഭവിക്കുന്നു? സ്പീഷീസിൻ്റെ നമ്പർ പിന്നീട് ഒരുപാട് അങ്ങനെ ഇൻക്രീസ് ചെയ്തൊന്നും പോകുന്നില്ല. ഒരു പ്രത്യേക ലിമിറ്റ് എത്തുമ്പോൾ പിന്നീട് സ്പീഷീസിൻ്റെ എണ്ണത്തിന് പ്രത്യേക മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. ഒരിക്കൽ കൂടി പറയാം. സ്പീഷ്യസ് ഏരിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേര് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ എന്താണ്? ഏരിയ കൂടുന്നതിനനുസരിച്ചിട്ട് സ്പീഷ്യസ് റിച്ച്നെസ് ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്പീഷ്യസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷേ വീണ്ടും ഏരിയ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? പിന്നീട് സ്പീഷ്യസിൻ്റെ നമ്പറിന് ഇൻക്രീസ് ഒന്നും സംഭവിക്കുന്നില്ല. ഒരു പ്രത്യേക ലിമിറ്റ് എത്തിക്കഴിയുമ്പോൾ ആ ഒരു സ്പീഷ്യസിൻ്റെ എണ്ണം അതുപോലെ അങ്ങനെ നിലനിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. 2 approaches for the conservation of biodiversity is shown as A and B. ഇവിടെ 2 ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഡയഗ്രാം എയും ബിയും. ഇതിൽ എ എന്നുള്ള ഡയഗ്രാം എന്താണ്? ബയോസ്ഫിയർ റിസർവ് ആണ്. ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? നമുക്കറിയാം ഇൻസിറ്റു കൺസർവേഷൻ ആണ് അല്ലേ. ബയോസ്ഫിയർ റിസർവ് ഒക്കെ എന്തിന് ഉദാഹരണമാണ്? ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണമാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ എക്സിറ്റു കൺസർവേഷൻ ആണ് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു 2 ഡയഗ്രാം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് കൺസർവേഷൻ ഷോൺ ഇൻ എ ആൻഡ് ബി. എ എന്തായിരുന്നു? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻസിറ്റു കൺസർവേഷൻ ആണ്. ബി എന്നുള്ളത് എക്സിറ്റു കൺസർവേഷൻ ആണ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതിൽ ചോദിച്ചിട്ടുള്ളത്, വിച്ച് ഓഫ് ദി എബോ അപ്രോച്ച് ഈസ് മോർ ഡിസൈറബിൾ വെൻ ദർ ഈസ് എൻ അർജൻറ്റ് നീഡ് ടു സേവ് സ്പീഷീസ്. ഓക്കെ, അതായത് ഒരു അർജൻറ്റായിട്ട് നമുക്ക് സ്പീഷീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ കൺസേർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിലേതാണ് നമ്മൾ ചൂസ് ചെയ്യുക? ഏതായിരിക്കും? എക്സിറ്റു കൺസർവേഷൻ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി ഈ രണ്ടും ഇൻസിറ്റു കൺസർവേഷൻ എന്താണ്, എക്സിറ്റു കൺസർവേഷൻ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 types ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ അല്ലേ. അത് തമ്മിലുള്ള ഡിഫറൻസ് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാത്തതിൻ്റെ കാരണം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ആദ്യം തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷൻ്റെ ഡിഫറൻസിനെ കുറിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ അത് വീണ്ടും ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഹോട്ട്സ്പോട്ട് വിത്ത് എക്സാമ്പിൾ. ഹോട്ട്സ്പോട്ട് റീജിയൻസിനെ കുറിച്ചാണ് അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഹോട്ട്സ്പോട്ട് റീജിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് എക്സാമ്പിൾസ് നോക്കാം. ഹോട്ട്സ്പോട്ട്സ് ആർ ദ റീജിയൻസ് വിത്ത് വെരി ഹൈ ലെവൽസ് ഓഫ് സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം. ഹോട്ട്സ്പോട്ട് റീജിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വെരി ഹൈ ലെവൽ ഓഫ് സ്പീഷീസ് റിച്ച്നെസ്, റീജിയൻസ് വിത്ത് വെരി ഹൈ ലെവൽ ഓഫ് സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം. ഹോട്ട്സ്പോട്ട് റീജിയൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഏരിയയിൽ
നല്ലോണം സ്പീഷ്യസ് റിച്ച്നെസ് ഉണ്ടായിരിക്കും. പല വെറൈറ്റി സ്പീഷ്യസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസവും അവിടെ കാണിക്കും. എൻഡമിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ചില സ്പീഷ്യസ് ഉണ്ട് ഒരു പ്രത്യേക ഭാഗങ്ങളിൽ മാത്രം കാണുന്ന സ്പീഷ്യസ്. ഓക്കെ, പിന്നീട് വേറെ എവിടെയും നമുക്ക് ആ സ്പീഷ്യസിനെ നമ്മുടെ ഭൂമിയുടെ എവിടെയും നമുക്ക് ആ സ്പീഷ്യസിനെ കാണാൻ സാധിക്കില്ല. അത്തരം സ്പീഷ്യസിനെ എൻഡമിക് സ്പീഷ്യസ് എന്ന് പറയും. ഓക്കെ, എൻഡമിക് സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം കാണുന്ന സ്പീഷ്യസ് ആയിരിക്കും അവ. വേറെ ഒരു ഭാഗത്തും നമുക്ക് അത്തരം സ്പീഷ്യസിനെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഹോട്ട്സ്പോട്ട് റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിരിക്കും, അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് സ്പീഷ്യസിനെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഏരിയ ആണ് ഹോട്ട്സ്പോട്ട് റീജിയൻ. അതുപോലെ തന്നെ ഹോട്ട്സ്പോട്ട് റീജിയൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഹാവ് ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം. ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം കാണിക്കുന്നു. ആ ഏരിയയിലുള്ള ചില സ്പീഷ്യസ് അവിടെ മാത്രമേ കാണൂ. എല്ലാ സ്പീഷ്യസും എന്നല്ല, ആ ഏരിയയിലുള്ള ചില സ്പീഷ്യസ് അവിടെ മാത്രമേ കാണൂ, വേറെ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. നൗ there are 34 biodiversity hotspot in the world. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിന് എക്സാമ്പിൾസ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ശ്രീലങ്ക, ഇൻഡോ ബർമ ആൻഡ് ഹിമാലയ കവേഴ്സ് അവർ കൺട്രീസ് ഹൈ ബയോഡൈവേഴ്സിറ്റി റീജിയൻ. ഓക്കെ, ഇനി കേരളത്തിൽ കാണുന്ന ഹോട്ട്സ്പോട്ട് റീജിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈസ്റ്റേൺ ഹിമാലയാസ് ആൻഡ് വെസ്റ്റേൺ ഗട്ട്സ് ആർ ദി ഹോട്ട്സ്പോട്ട് റീജിയൻസ് ഓഫ് കേരള. അപ്പോൾ എന്താണ് ഹോട്ട്സ്പോട്ട് റീജിയൻ എന്നുള്ളത് പഠിക്കുക, അതിന് എക്സാമ്പിൾസും പഠിക്കുക. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സ്ലോപ്പ് ഓഫ് ദ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഇൻ എ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്? നമ്മൾ നേരത്തെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കണ്ടിരുന്നു, ഓർക്കുന്നില്ലേ? അതായത് ഒരു സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അതിൽ നമ്മൾ Z എന്നുള്ളത് സ്ലോപ്പ് ഓഫ് ദി ലൈൻ അല്ലെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ Z ലൈനിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്ലോപ്പ് ഓഫ് ദ ലൈനിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളത്. The value of Z lies in the range of 0.1 to 0.2. Okay, the value of Z lies in the range of 0.1 to 0.2. In species area relationship among the large area like continent, അതായത് ഒരു കോണ്ടിനെൻ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ Z എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്ര വരും? 0.6 to 1.2 വരും. So the slope of the line is steeper. Then for frugivorous birds and mammals in the tropical forest of different continents, the slope is 1.15. Frugivorous birds എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ്, ഈ 4 പോയിൻറ്റ്സ് ഒന്ന് പഠിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ സ്ലോഗൻ സ്ട്രെസ്സിങ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനുമായി ബന്ധപ്പെട്ട് സ്ലോഗൻ എഴുതാനാണ്. പോസ്റ്റർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സ്ലോഗൻ എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. അത് നമുക്ക് ജനറലായിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, സ്ലോഗൻ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോഗൻ എഴുതാം. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്ടമുള്ള സ്ലോഗൻ നിങ്ങൾക്ക് അവിടെ എഴുതാം. എന്നാൽ ഇവിടെ കുറച്ച് ഒരു 3-4 സ്ലോഗൻ ഞാൻ പറയാം. കീപ്പ് അവർ വേൾഡ് കളർഫുൾ, പ്രിസർവ് ബയോഡൈവേഴ്സിറ്റി. Then biodiversity is key for more variety. മറ്റൊരു സ്ലോഗനാണ് കീപ് കാം ആൻഡ് ഫൈറ്റ് ഫോർ ബയോഡൈവേഴ്സിറ്റി. ദെൻ ദ മോർ വെറൈറ്റി ദ ബെറ്റർ സൊസൈറ്റി. ഓക്കെ, ഇത് തന്നെ എഴുതണമെന്ന് ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോഗൻ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി കൺസേർവ് ബയോഡൈവേഴ്സിറ്റി? നമുക്ക് ബയോഡൈവേഴ്സിറ്റിയെ എങ്ങനെ കൺസേർവ് ചെയ്യാം? 2 രീതിയിൽ കൺസേർവ് ചെയ്യാം. ഇൻസിറ്റു കൺസർവേഷൻ ആൻഡ് എക്സിറ്റു കൺസർവേഷൻ. ഓക്കെ, ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എവിടെയാണോ ആ ഓർഗാനിസംസ് ഉള്ളത് അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റേറ്റിൽ വെച്ച് തന്നെ അവയെ കൺസർവ് ചെയ്യുന്നു. കൺസർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? സംരക്ഷിക്കുക, അല്ലേ? ദെൻ എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓർഗാനിസംസിനെ മറ്റൊരു ഏരിയയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അവർക്ക് ആവശ്യമുള്ളതെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവയെ കൺസർവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ 2 ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു, അല്ലേ? എക്സിറ്റു ഇൻസിറ്റു അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും. ഇതിലൊരു ക്വസ്റ്റ്യനും നിങ്ങൾ ഒഴിവാക്കരുത്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻ വരും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക്